എല്ലാവർക്കും നമസ്കാരം. ഇതൊരു റിവ്യൂ വീഡിയോയോ ഹിസ്റ്ററി വീഡിയോ ഒന്നുമല്ല. മാർവലിൻ്റെ കട്ട ആരാധകർക്കും മാർവൽ ചിത്രങ്ങൾ ഇതുവരെ കാണാത്തവർക്കും വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ. നിങ്ങളൊരു മാർവൽ ആരാധകനാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഈ കോമാളി പടമൊക്കെ കാണാൻ നിനക്ക് വല്ല വട്ടുണ്ടോയെന്ന്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചോദ്യം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചതാണ്. ഇന്ന് ഞാനും ആ കൂട്ടുകാരനുമാണ് ഈ ചാനലിന് പിന്നിലുള്ളത്. ഞാൻ ഗോകുൽ, ഇത് എബിൻ. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഏപ്രിൽ മാസത്തിലാണ് അയൺമാൻ പുറത്തിറങ്ങുന്നത്. അന്നു മുതൽ എബിൻ ഒരു കട്ട മാർവൽ ആരാധകനാണ്. എന്നാൽ ഞാൻ മാർവൽ ചിത്രങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനുള്ള ഏക കാരണം എബിനാണ്. എന്നാൽ അതിനു മുൻപ് ഒരുപാട് തവണ ഞാനവനെ കളിയാക്കിയിട്ടുണ്ട്, ഇത്തരം കോമാളി ചിത്രങ്ങളൊക്കെ കാണുന്നെന്ന് പറഞ്ഞ്. എന്നാൽ അവൻ പറഞ്ഞത് അയൺമാൻ ഒന്ന് നീ കണ്ടു നോക്ക്, എന്നിട്ടും നീ സംസാരിക്കുക എന്നാണ്. അങ്ങനെ അവൻ്റെ വാക്ക് കേട്ട് അയൺമാൻ കാണാൻ തുടങ്ങിയ ഞാൻ ഇന്ന് എൻഡ് ഗെയിമിൻ്റെ ഫാൻ ഷോ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പാലക്കാട്ടുകാരാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട ഒരു തിയേറ്റർ. അഡൾട്ട് മൂവികൾ മാത്രം റിലീസ് ചെയ്തിരുന്ന ആ തിയേറ്ററിൽ പിന്നീട് ഹോളിവുഡ് ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ തുടങ്ങി. എങ്കിലും വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് സിനിമ കാണാനുണ്ടാവുക. എന്നാൽ കഴിഞ്ഞ വർഷം അതേ തിയേറ്ററിൽ ഒരാഴ്ച മുഴുവൻ ഹൗസ്ഫുൾ ആയിരുന്നു. അന്ന് റിലീസ് ചെയ്ത ചിത്രം അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ ആയിരുന്നു. ഇന്ന് അതേ തിയേറ്ററിലാണ് ഒരു ഹോളിവുഡ് ചിത്രത്തിന് ആദ്യമായി ഫാൻ ഷോ സംഘടിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന വമ്പൻ മൂവി ഫ്രാഞ്ചൈസിൻ്റെ വലിപ്പം. ഒരു സിനിമയെടുത്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിന് എത്ര വലിയ കാര്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ 21 ചിത്രങ്ങളെടുത്ത് ഒരു സക്സസ്ഫുൾ മൂവി ഫ്രാഞ്ചൈസ് ആക്കുക എന്നുള്ളത് എത്ര വലിയ കാര്യമാണെന്ന് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആരാധകരുടെ എണ്ണത്തിലായാലും ബോക്സ് ഓഫീസ് കളക്ഷനിലായാലും മാർവൽ ചിത്രങ്ങൾ എന്നും വളരെ മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ മൂവി ഫ്രാഞ്ചൈസ് ആയതും. അതുകൊണ്ട് തന്നെയാണ് 11 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരുങ്ങുന്ന എൻഡ് ഗെയിമിൻ്റെ പല തിയേറ്ററുകളിലെയും ബുക്കിംഗ് ഒരാഴ്ചത്തേക്ക് ഹൗസ്ഫുൾ ആയിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം പറയാം. കഴിഞ്ഞ വർഷം ഇൻഫിനിറ്റി വാർ പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് പേർ ഇൻഫിനിറ്റി വാർ എന്ന ചിത്രത്തെ മോശമായി പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവർ അതിനു മുമ്പ് ഒരു മാർവൽ ചിത്രങ്ങളും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻ മാർവൽ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം മാത്രം അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കാണാൻ ശ്രമിക്കുക. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് മുകളിലെ വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളൊരു മാർവൽ ആരാധകനാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.